സംസ്ഥാനത്ത് 5 മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിൽ കേന്ദ്രവിഹിതം ലഭിച്ചിട്ടും സംസ്ഥാനം ക്ഷേമ പെൻഷൻ നൽകിയില്ല എന്ന് ആരോപിച്ച് വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. കുടിശ്ശിക പെൻഷൻ തീർത്ത് വിതരണം ചെയ്യണമെന്ന ബജറ്റിൽ പെൻഷൻ തുക 2000-ലേക്ക് ഉയർത്തണം എന്നുള്ള സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നതിന്റെ പിന്നാലെയാണ് വീണ്ടും പെൻഷൻ ഗുണഭോക്താക്കൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എന്നാൽ കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടങ്ങുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്നും കേന്ദ്രം അർഹമായ വിഹിതം കേരളത്തിന് നൽകാത്തതിന്റെ സാഹചര്യത്തിലാണ് പെൻഷൻ തുക മുടങ്ങുന്നതെന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്നാൽ ഒക്ടോബറിൽ കേന്ദ്രം സംസ്ഥാനത്തിന് 602 കോടി രൂപ കുടിശ്ശികയടക്കം നൽകിയെന്നും സെസ് തുകയും കേന്ദ്രവിഹിതവും ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ പെൻഷൻ തുക നൽകിയിട്ടില്ലെന്നും ആരോപിച്ചാണ് പുതിയ ഹർജി. ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. വിഷയത്തിൽ കോടതി അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. ചെക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിക്കുന്നത്. അഭിഭാഷകനായ ഷിബിയാണ് ഹർജി നൽകിയത്. ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും സാമൂഹിക നീതി വകുപ്പുകൾക്കും ഹൈക്കോടതി നോട്ടീസ് നൽകി. വിഷയത്തിൽ മറുപടി തേടിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നോട്ടീസ്. ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. ഒക്ടോബറിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന് വീണ്ടും 662 കോടി രൂപ കുടിശ്ശികയടക്കം നൽകിയെന്നും സെസ് തുകയും കേന്ദ്രവിഹിതവും ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ പെൻഷൻ തുക നൽകിയില്ല എന്നുമാണ് ഹർജിയിലെ വാദം. ക്ഷേമ പെൻഷൻ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സുപ്രീം കോടതി ഹർജി വിധി ഫെബ്രുവരി മാസം 13-നാണ് പുറത്തുവരുന്നത്. കേന്ദ്രം തുക അനുവദിക്കുന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് തുക പൂർണ്ണമായും വിതരണം ചെയ്യാൻ കഴിയൂ എന്നതാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം തടഞ്ഞുവെച്ചു എന്നതിന് പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി, മന്ത്രിമാരും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ഫെബ്രുവരി 8-ാം തീയതി കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം നടത്തും. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.